നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഈ 10th CBSE ബോർഡ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിലും ട്രിഗണോമെട്രിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് tan a plus b ഈക്വൽ ടു √3 ആൻഡ് tan a minus b ഈക്വൽ ടു 1/√3. പിന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, a plus bയുടെ വാല്യൂ 0യുടെയും 90യുടെയും ഇടയ്ക്കായിരിക്കണം, അതായത് ഒരു അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. ആൻഡ് a ഗ്രേറ്റർ ദാൻ b, ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനേഷന് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടാനിലും ചോദിക്കാം, സൈന് കോസൊക്കെ വെച്ചും ചോദിക്കാം കേട്ടോ. ഈ tan a plus b അതിന് പകരം സൈൻ a plus b അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇവിടെ tan of a plus b ഈക്വൽ ടു √3 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് √3 ടാനിൻ്റെ ഏത് വാല്യൂവിനാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് tan of a plus b എഴുതുന്നു, √3 ടാനിൻ്റെ ഏത് വാല്യൂവിനാണ്? tan 60 ഡിഗ്രി അല്ലേ √3 എന്ന് പറയുന്നത്, അതവിടെ റീപ്ലേസ് ചെയ്യും. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു, ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ എന്ത് ചെയ്യാം? ആ ആംഗിൾസ് ഇക്വേറ്റ് ചെയ്യാം. ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ a plus b ആണ്, റൈറ്റ് സൈഡിൽ എന്താണ്? 60 ഡിഗ്രി. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എയിലും ബിയിലും ഉള്ള ഒരു ലീനിയർ ഇക്വേഷനാണ്. ഇതുപോലെ മറ്റൊരെണ്ണവും കൂടെ തന്നിട്ടുണ്ട്. മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ tan of a minus b ഈക്വൽ ടു എത്രയാണ്? 1/√3. അപ്പോൾ അവിടെയും ചിന്തിക്കേണ്ടത് 1/√3 ടാനിൻ്റെ ഏത് വാല്യൂവിനാണ്? tan 30 അല്ലേ 1/√3. സോ tan 30 എന്ന് അവിടെ എഴുതി. ഈ 1/√3ക്ക് പകരമാണ് tan 30 എന്ന് എഴുതിയത്. ഇവിടെയും നമുക്ക് നേരത്തെ എഴുതിയതുപോലെ എഴുതാം, a മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾസ് ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇവിടെ ഒരു ഇംപ്ലൈസ് കൂടെ കൊടുത്താൽ നല്ലത്, ഇതിൽ നിന്ന് ഇത് എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ എയിലും ബിയിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ, എയിലും ബിയിലുള്ള മറ്റൊരു ലീനിയർ ഇക്വേഷൻ. ഈ രണ്ട് ലീനിയർ ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്താൽ മതി. അറിയാമല്ലോ, ഈ ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് താഴെ എഴുതിയിട്ടേ a plus b ഈക്വൽ ടു 60 ഡിഗ്രി. സാധാരണ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇത് രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റുകൾ ഈക്വൽ ആണ് എങ്കിൽ, ഏതെങ്കിലും ഒരു വേരിയബിളിലെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് ഈക്വൽ ആണ് എങ്കിൽ ഒന്നുകിൽ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ മൈനസ് ബി ഇത് പ്ലസ് ബിയും ആണ്, തമ്മിൽ ആഡ് ചെയ്താൽ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 1ഉം ആയിട്ട് ആഡ് ചെയ്യാം. എയും കൂടെ ആഡ് ചെയ്ത് 2a എന്ന് കിട്ടും. മൈനസ് ബിയും പ്ലസ് ബിയും 0 ആണ്, അത് എഴുതണ്ട. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. 30 ഡിഗ്രിയും 60 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്താൽ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് 2a ഈക്വൽ ടു 90 ഡിഗ്രി. ഹെൻസ് a ഈക്വൽ ടു എന്തായിരിക്കും? 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് a ഈക്വൽ ടു 45 ഡിഗ്രി. ഇപ്പോൾ a കിട്ടി. ഇനി ബി കൂടെ കണ്ടുപിടിക്കണം. ബി കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഇക്വേഷൻ നമ്പർ 1ലോ അല്ലെങ്കിൽ ഇക്വേഷൻ 2ലോ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്ക് പകരം 45, അപ്പോൾ ഇവിടെ 45 ഡിഗ്രി എഴുതി, പ്ലസ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ്? 60. അപ്പോൾ ഈക്വൽ ടു 60 ഡിഗ്രി. ഇതിൽ നിന്ന് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 45 റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ മതിയല്ലോ. 60 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി എത്രയാണെന്നറിയാം. ബി ഈക്വൽ ടു 15 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടി. എ ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് ബി ഈക്വൽസ് 15 ഡിഗ്രി. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ടാൻ, ഇവിടെയും ടാൻ, സൈനും വരാം, സൈനും കോസും വരാം, കോസ് വെച്ച് വരാം. ഓക്കെ, സീക്കോ കൊസീക്കോ ഏത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഈ വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി, ട്രിഗണോമെട്രിക് വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഇഫ് 5 sin a ഈക്വൽ ടു 3 ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ഓൾ അതർ 5 ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ളത് 5 sin a ഈക്വൽ ടു 3 എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് sin a ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഈ 5 റൈറ്റ് സൈഡ് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് അങ്ങനെ 3/5 എന്ന് എഴുതാൻ പറ്റും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ട്രയാങ്കിളിൽ ABC എന്ന പേര് കൊടുത്തിട്ട് A ഒരു അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം, B ആണ് ഇവിടെ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണെന്നറിയാം. പിന്നെ ഈ A എന്നുള്ള ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇത്. ഇതെന്താണ്? അഡ്ജസൻറ്റ് സൈഡാണ്. ക്ലിയർ ആണോ? ഇനി ഈ സൈൻ എ ആണല്ലോ നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ ട്രയാങ്കിളിൽ നിന്ന്, ഇൻ ട്രയാങ്കിൾ ABC, ആ ട്രയാങ്കിളിൽ നിന്നും നമ്മൾ sin a ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതണം. sin a എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ദാറ്റ് ഈസ് BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? AC. മനസ്സിലായല്ലോ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് സൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ സെയിം ആണ്.
അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എഴുതേണ്ടത് ഫ്രം ഇക്വേഷൻസ് 1 and 2 വി ഗെറ്റ് എന്തെഴുതാം, ഈ ബി സി ഡിവൈഡഡ് ബൈ എ സി ഈക്വൽ ടു 3/5 എന്ന് എഴുതാം. ഇതൊരു റേഷ്യോ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് ബി സി ഈക്വൽ ടു എത്ര, അത് ഒന്നുകിൽ 3 എന്ന് എഴുതിയാൽ മതി. മിക്കവാറും ഇങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്. 3K എന്നായിരിക്കും മിക്കവാറും എല്ലാവരും പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3K ആൻഡ് എ സി ഈക്വൽ ടു എങ്ങനെയാണ് 5K. ഈ റേഷ്യോ തന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ 3K കൂടെ എടുത്തത്, 5K കൂടെ എടുത്തത്. സാധാരണ നമ്മൾ റേഷ്യോ 2:3, A:B ഈക്വൽ ടു 2:3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ഈക്വൽ ടു 2x എന്നും B ഈക്വൽ ടു 3x എന്നും എടുക്കുമല്ലോ. ഇവിടെ XY ഒന്നും എടുക്കുന്നില്ല, K ആണ്, വേറൊരു കോൺസ്റ്റൻ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. യെസ്. അപ്പോൾ ഈ സൈഡുകൾ, അതായത് ബി സിയുടെ ലെങ്ത് 3K ആണ്, എ സിയുടെ ലെങ്ത് 5K ആണ്. ഇതിൽ നിന്ന് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ് അല്ലേ. ഇവിടെ 3, ഇവിടെ 5 വന്നാൽ പിന്നെ ഇത് 4 ആയിരിക്കണം. 3, 4, 5 ഇതാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. അല്ല എങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ ഇതല്ല, വേറെ നമ്പറുകളൊക്കെയാണ് വരുന്നത്, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്പറുകളൊക്കെയാണ് വരുന്നത്. എങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യണം. ബൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ഈ ട്രയാങ്കിളിൽ യൂസ് ചെയ്യുമ്പോൾ എ ബി അത് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കണം. അവിടെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ എടുക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അത് എ സിയുടെ സ്ക്വയർ, മൈനസ് ബേസ് സ്ക്വയർ, അതായത് ബി സിയുടെ സ്ക്വയർ. ഓക്കെ, അതിൽ നിന്ന് എ ബി എങ്ങനെ കിട്ടും? എ ബി ഈക്വൽ ടു എ സിയുടെ സ്ക്വയർ മീൻസ് 5K ദ ഹോൾ സ്ക്വയർ മൈനസ് അടുത്തത് 3K ദ ഹോൾ സ്ക്വയർ. ഈ 5K ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25K സ്ക്വയർ ആണ്, മൈനസ് ഇത് 9K സ്ക്വയർ ആണ്. 25 മൈനസ് 9 എത്രയാണ്? 16K സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ K സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് K ആണ്, 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. സോ 4K എന്നാണ് എ ബിയുടെ ലെങ്ത് കിട്ടുന്നത്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 4K. യെസ്. ഇത് വേറെ നമ്പറുകളാണെങ്കിൽ അതിനനുസരിച്ച് മാറി കിട്ടും. പിന്നെ ഇത് K എന്നെടുത്തില്ല, ബി സി ഈക്വൽ ടു 3, എ സി ഈക്വൽ ടു 5 എന്നെടുത്ത് ചെയ്യുന്നവരും ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു. ശരി, ഏതായാലും എ ബിയും ബി സിയും എ സിയും ഇതെല്ലാം കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ വേണമെങ്കിലും എഴുതാം. നമുക്ക് സൈൻ മാത്രമാണ് തന്നിട്ടുള്ളത്, ബാക്കി ഏതൊക്കെ ഉണ്ട്? ഇനി 5 എണ്ണം ഉണ്ടല്ലേ, മൊത്തം 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉണ്ട്. ഇത് പോയിട്ട് ഇനി 5 എണ്ണം ഉള്ളത് കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്, ഈ 5 എണ്ണം. അപ്പോൾ ആദ്യം നൗ കോസ് എ എഴുതാം. കോസ് എ ഈക്വൽ ടു ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കാണുമല്ലോ അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ ഏതാണ്? എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ സി. അതായത് 4K ഡിവൈഡഡ് ബൈ 5K. ഇതിൽ K ക്യാൻസൽ ചെയ്യുന്നു, അങ്ങനെ 4/5 എന്ന് കിട്ടും. ഇതിപ്പോൾ കോസ് എ ആയി. ഇനി ടാൻ എ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ടാൻ എ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ പ്രത്യേകം ഇനി ഫോമിൽ എഴുതണ്ട, ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ മതി. അതായത് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ആണ് ടാൻ. അതുകൊണ്ട് അവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി, ടാൻ എയുടെ വാല്യൂ കിട്ടും. ടാൻ എ ഈക്വൽ ടു ഏത് തമ്മിൽ? 3/5 ആണ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഏതാണ്? 4/5. അപ്പോൾ ഈ 5 ക്യാൻസൽ ചെയ്തിട്ട് എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. ഇതാണ് ടാൻ എ. ഇനി വരുന്നതെല്ലാം ഇവിടെ റെസിപ്രോക്കൽസ് ആണ്. അതായത് സൈൻ എയുടെ റെസിപ്രോക്കൽ ഏതാണ്? കൊസീക്ക് എ. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin a ആണ്. അതുകൊണ്ട് തന്നെ സൈൻ എ എന്ത് കിട്ടിയോ അതിൻ്റെ റെസിപ്രോക്കൽ, സൈൻ എ കിട്ടിയതല്ല, അത് തന്നിട്ടുള്ളതാണ്. 3/5ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 5/3 എന്ന് എഴുതിയാൽ മതി. അതുപോലെ സീക്ക് എ ഏതിൻ്റെ റെസിപ്രോക്കലാണ്? കോസ് എയുടെ റെസിപ്രോക്കൽ. അതായത് കോസ് എ നമുക്ക് കിട്ടിയത് 4/5 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി 5/4. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ഏതാണ്? കോട്ട് എ. കോട്ട് എ ടാൻ എയുടെ റെസിപ്രോക്കലാണ്, അതായത് 1/tan a ആണ്. അതുകൊണ്ട് ടാൻ എയുടെ വാല്യൂ 3/4 ആണ്. സോ കോട്ട് എയുടെ വാല്യൂ എന്തായിരിക്കും? 4/3. അപ്പോൾ ബാക്കിയെല്ലാം 5 ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂസ് ആയല്ലോ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും എക്സാംസിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വേറെ ഏത് തന്നിരുന്നാലും സൈൻ എ എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ 15 tan a ഈക്വൽ ടു 3, അപ്പോൾ അത് 3/15, 1/5 അങ്ങനെയൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും, ഇഫ് കോസ് എ ഈക്വൽ ടു 5/4, അത് 5/9 എന്നോ അല്ലെങ്കിൽ 5/16 എന്നോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അതിൽ നിന്നും ഇതേപോലെ റേഷ്യോ എടുത്തിട്ട് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ആൻ അക്യൂട്ട് ആംഗിൾ തീറ്റ വേർ
കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3. ഇത് ഇപ്പോഴുള്ള പല സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്തൊരു നെയിംഡ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് പറയാം. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ് ഡിനോമിനേറ്റർ ഈക്വൽ ടു ഇവിടെയും 1 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3. ഇതാണ് കിടക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് CD റൂൾ എന്ന് പറയും. CD റൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ഈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. A ഡിവൈഡഡ് ബൈ B ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ D. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇത് പ്രൊപ്പോർഷണാലിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അതിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നും A:B ഈക്വൽ ടു C:D എന്ന് എഴുതാൻ പറ്റുമെന്നൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. പക്ഷേ ഈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്ത് ന്യൂമറേറ്ററായിട്ടും ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ചെയ്ത് ഡിനോമിനേറ്ററായിട്ടും അതുപോലെ റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? C+D ഡിവൈഡഡ് ബൈ C-D എന്ന് വരും. ഇതാണ് CD റൂൾ. ഇത് ഈ ലെഫ്റ്റ് സൈഡിലും ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് മുഴുവൻ A ആയിട്ടും ഇത് മുഴുവൻ B ആയിട്ടും അസ്യൂം ചെയ്യുക. ഇത് മുഴുവൻ Aയും ഇത് മുഴുവൻ Bയും. അപ്പോൾ A+B എന്ന് വെച്ചാൽ ഇതിൻ്റെ ന്യൂമറേറ്ററിൽ എഴുതുന്നത് എങ്ങനെയാണ്? ഇത് പ്ലസ് ഇത് അല്ലേ. അതായത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അപ്പോൾ ന്യൂമറേറ്റർ എഴുതിയത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ്. ഇനി ഡിനോമിനേറ്റർ എഴുതുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. അപ്പോൾ ആദ്യം കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എഴുതണം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെയും മൈനസ് ആവും ഇവിടെയും മൈനസ് ആവും അല്ലേ. ആ മൈനസ് എഴുതിയാൽ മതി. മൈനസ് കോസ് തീറ്റ എന്നും മൈനസ് സൈൻ തീറ്റ എന്നും. മനസ്സിലായോ? സബ്ട്രാക്ട് ചെയ്തെഴുതുന്നത്. ഇനി ഈ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെയാണ്. 1 മൈനസ് റൂട്ട് 3 ഇതിനോട് ആഡ് ചെയ്ത് ഇത് എഴുതണം. 1 പ്ലസ് റൂട്ട് 3 ആഡ് ചെയ്ത് എഴുതി ഇതുപോലെ സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. ഇത് ഇത്രയും സൈഡിലോട്ട് എഴുതിയിരിക്കുന്നത്. ഈ 1 മൈനസ് റൂട്ട് 3 അതുപോലെ എഴുതിയിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ മൈനസ് വരും. -1 മൈനസ് റൂട്ട് 3. ക്ലിയർ? ഇനി കട്ട് ചെയ്ത് പോകുന്ന ക്വാണ്ടിറ്റീസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെയാണ് നോക്കാം. മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ ഇത് രണ്ടും കൂടെ 2 കോസ് തീറ്റ എന്നാവും. അടുത്ത് ഇവിടെയാണെങ്കിൽ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പോൾ ന്യൂമറേറ്ററിൽ 2 കോസ് തീറ്റ ഡിനോമിനേറ്ററിൽ 2 സൈൻ തീറ്റ -2 സൈൻ തീറ്റ അല്ലേ. -2 സൈൻ തീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡിലോ ഈ റൂട്ട് 3യും മൈനസ് റൂട്ട് 3യും ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ -1ഉം +1ഉം ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ 1 + 1 2 ഡിവൈഡഡ് ബൈ -√3 -√3 -2 റൂട്ട് 3 ആണ്. ഇവിടെയും 2 കട്ട് ചെയ്ത് പോവും, ഇവിടെയും 2 കട്ട് ചെയ്ത് പോവും. പിന്നെ മൈനസ് രണ്ട് സൈഡിലുള്ളത് കൊണ്ട് അതും വേണ്ട. അപ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താണെന്ന് എഴുതിയാൽ മതി. അത് കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ ഈക്വൽ ടു 1/√3 എന്ന് കിട്ടുന്നു. ക്ലിയർ? ഈ 1/√3 കോട്ടിൻ്റെ ഏത് വാല്യൂവിനാണ്? അപ്പോൾ തീറ്റ കിട്ടുമല്ലോ. കോട്ട് എത്രയാണ്? 1/√3 എന്ന് പറയുന്നത് കോട്ട് 60 ആണ് അല്ലേ. കോട്ട് 60 ഡിഗ്രി. സൈൻ 30 ആണ് 1/√3. അപ്പോൾ കോട്ട് 60 ആണ് 1/√3 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ CD റൂൾ, അതായത് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ റീറൈറ്റ് ചെയ്തത്. അപ്പോൾ ചില ടേംസ് കട്ട് ചെയ്ത് പോയി. ബാക്കി വരുന്നതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കോസ് ബൈ സൈൻ, അത് കോട്ട് തീറ്റ ഈക്വൽ ടു 1/√3. ഈ 1/√3 കോട്ടിൻ്റെ ഏത് വാല്യൂനാണ്? 60 ഡിഗ്രി. കോട്ട് 60 ഡിഗ്രിയാണ് 1/√3 എന്ന് പറയുന്നത്. വേണമെങ്കിൽ അതൊന്ന് സൈഡിൽ എഴുതിയേക്കാം. കോട്ട് 60 ഡിഗ്രിയാണ് ഈക്വൽ ടു 1/√3 എന്ന് പറയുന്നത്. അത് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ കോട്ട് രണ്ടിടത്തും സെയിം ആയതുകൊണ്ട് ഏത് ആംഗിൾസ് ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റു ചില ചാപ്റ്റേഴ്സിലെ ചില ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.